ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും നിറവിൽ വീണ്ടും ഒരു മീനപ്പൊങ്കാല മഹോത്സവം കൂടി വന്നെത്തിയിരിക്കുകയാണ്. എവിടെയാണെന്നല്ലേ? നമ്മുടെ പയ്യാവൂർ പഞ്ചായത്തിലെ ചാമക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ മീനപ്പൊങ്കാല മഹോത്സവം നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ചാമക്കാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഏജനെറ്റ് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ചാമക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിഡന്റ് തലച്ചിറ സുരേന്ദ്രേട്ടനാണ് ഇനി നമ്മളോട് വിശേഷങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ചാമക്കാൽ അമ്മയ്ക്ക് മീനപ്പൊങ്കാല മഹോത്സവം തുടങ്ങുകയാണ് നാളെ മുതൽ. ഞായറാഴ്ചയാണ് സമർപ്പണം അല്ലേ? പൊങ്കാല സമർപ്പണം. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? നിലവിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെയാണ് ഞങ്ങളുടെ മഹോത്സവത്തിൻ്റെ തുടക്കം. നാളെ കലവറ നിറക്കലോടുകൂടിയാണ് നമ്മളെ മഹോത്സവം ആരംഭിക്കുന്നത്. 3 ദിവസങ്ങളായിട്ടാണ് ഇവിടെ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. 13, 14, 15 തീയതികളിലായിട്ടാണ്. അതിൽ 15-ാം തീയതി ഞായറാഴ്ചയാണ് പൊങ്കാല സമർപ്പണം നടക്കുന്നത്. അത് രാവിലെ 5 മണിയോടുകൂടി തന്നെ പൊങ്കാല കിറ്റുകൾ വിതരണം നടത്തുന്നതാണ്. അതുപോലെ 9 മണിയോടുകൂടി പൊങ്കാല ആരംഭിക്കും. ഏകദേശം 11 മണിയോടുകൂടി തന്നെ ഭക്തജനങ്ങൾ പൊങ്കാലയുടെ സമർപ്പണം നിർവഹിക്കും. ഈ പൊങ്കാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭക്തിനിർഭരമായി കൊണ്ടാടുന്ന ഒരു ചടങ്ങാണിത്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലായിട്ട് പൊങ്കാല സമർപ്പിക്കുന്നത്. ഏകദേശം 10 ദിവസത്തോളം അവർ വ്രതം എടുത്തിട്ടാണ് ഈ പൊങ്കാല സമർപ്പണം നടത്തുന്നത്. ദേവിക്ക് നേരിട്ട് അവർ നിവേദ്യം അർപ്പിക്കുന്ന ഒരു ചടങ്ങാണിത്. അതായത് ഭക്തർ തന്നെ ദേവിക്ക് വേണ്ട നിവേദ്യം സ്വയം ഉണ്ടാക്കി സമർപ്പണം നടത്തുകയാണ്. അതാണ് പൊങ്കാലയുടെ പ്രത്യേകിച്ചുള്ള പ്രത്യേകത. ഇതിന് ആയിരക്കണക്കിന് സ്ത്രീകളാണ് കാലാകാലങ്ങളായിട്ട് ഇവിടെ പൊങ്കാല സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ ഈ കണ്ണൂർ ജില്ലയിൽ മിക്ക സ്ഥലത്തു നിന്നും പൊങ്കാല സമർപ്പണത്തിന് വേണ്ടി ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. ഓരോ വർഷം ചെല്ലുന്തോറും നമ്മളെ പൊങ്കാലയുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടിലുള്ള ആബാലവൃദ്ധ ജനങ്ങളും വളരെ ചിട്ടയോടുകൂടി വളരെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടാണ് ഈ പൊങ്കാല മഹോത്സവം വളരെ വിജയപ്രദമാക്കി തീർക്കുന്നത്. നാളിതുവരെയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഇവിടെ എല്ലാ ഉയർച്ചയോടും കൂടിയാണ് ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെയുള്ള എല്ലാവരുടെയും നിശ്ചയമായ സഹായ സഹകരണം ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മതമൈത്രിയും കൂടിയാണ്. കാരണം മറ്റ് മതങ്ങളിലുള്ളവരും നമ്മൾ ഈ പൊങ്കാലയുമായി ആത്മാർത്ഥമായി സഹകരിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത്. അത് നമ്മളെ തൊട്ടടുത്ത് തന്നെ നമ്മളെ ഒരു സഹോദര സ്ഥാപനം എന്ന പോലെ തന്നെ നമ്മളൊരു ചർച്ച് ഉണ്ട് ഇവിടെ. അവിടുത്തെ വികാരി അടക്കം അവിടുത്തെ കമ്മിറ്റി അടക്കം നമ്മളെ പൊങ്കാലയുമായി എല്ലാ വർഷവും സഹകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പൊങ്കാല സമർപ്പണ ദിവസം അവരുടെ ശ്രദ്ധേയമായ പങ്കാളിത്തം നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ വർഷവും അവർ എത്തിച്ചേരുമെന്ന് നേരത്തെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മതമൈത്രിയുടെ കൂടി ഒരു പൊങ്കാലയായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഇതൊരു ജനകീയ കമ്മിറ്റിയാണ് ഇപ്പോൾ പൊങ്കാല ഈ ക്ഷേത്രം ഭരണസമിതി നടത്തുന്നത്. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു പങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പം ആഴ്ചകളായിട്ട് ഇവിടെ കുറേ സ്ത്രീകളും പുരുഷന്മാരും ആത്മാർത്ഥമായിട്ട് സേവനം സൗജന്യമായിട്ടാണ് ഇവിടെ എല്ലാ വർക്കുകളും നടക്കുന്നത്. ഒന്നും 1 രൂപ പോലും ക്ഷേത്രത്തിന് പൈസ മുടക്കിയിട്ടല്ല. എല്ലാം ഈ കാണുന്ന ഇപ്പം പുതിയൊരു ബിൽഡിംഗ് അടക്കം ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം ഭക്തരുടെയും നാട്ടുകാരുടെയും ഒക്കെ സൗജന്യമാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സഹകരണമാണ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കാറുള്ളത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 100-150 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദേവിയുടെ ഒരു ചൈതന്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ക്ഷേത്രം എന്നുള്ള നിലയിലേക്ക് ഇവിടേക്ക് ക്ഷേത്ര നിർമ്മാണം നടന്നിട്ട് ഒരു 20 വർഷത്തിൽ താഴെയായിട്ടുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ നടക്കുന്നത് 15ാമത് പൊങ്കാലയാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ പൊങ്കാല സമർപ്പണം എന്ന് പറയുന്നത് പൊങ്കാല കിറ്റുകളാണ് ഞങ്ങൾ വിതരണം നടത്തുന്നത്. പൊങ്കാലയ്ക്ക് ആവശ്യമായ മുഴുവൻ ദ്രവ്യങ്ങളും നമ്മൾ ആ കിറ്റിൽ ഭക്തർക്ക് കൊടുക്കുകയാണ്. അത് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ കിറ്റിൽ ഭക്തർക്ക് ഉള്ള കുടിവെള്ളം അടക്കം നമ്മൾ ആ കിറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സാധനവും ഈ പൊങ്കാല സമർപ്പിക്കുന്ന ഭക്തജനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത്രയാണ് പൊങ്കാലയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ ഓരോ വർഷം ചെല്ലുന്നതിന് ഭക്തരുടെ തിരക്ക് കൂടി വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ഭക്തർ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് പൊങ്കാലയിടാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ റോട്ടിലാണ് സാധാരണ പൊങ്കാല അർപ്പിക്കുന്നത്. അതിന് ഇപ്പോൾ എത്ര ഭക്തർ വന്നാലും ഞങ്ങൾ അതിനനുസരിച്ചുള്ള എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കലവടക്കായാലും
ഇഷ്ടിക ആവശ്യത്തിന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വിറകും എല്ലാ ദ്രവ്യങ്ങളും ഞങ്ങൾ ആവശ്യത്തിന് കരുതി ഓരോ വർഷവും നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഭക്തരുടെ വർധനവ് കണക്കിലെടുത്ത് ഓരോ വർഷവും ഞങ്ങൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. വാഹന പാർക്കിങ്ങിനാണെങ്കിലും പാർക്കിങ്ങിന് നമ്മൾ തൊട്ടടുത്ത സ്കൂൾ ഗ്രൗണ്ടുണ്ട്, വിശാലമായ ഗ്രൗണ്ടുണ്ട്, അവിടേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തുകാരുടെ സേവനം ആക്കിയിട്ടുണ്ട്. അതുപോലെ ആംബുലൻസ് സൗകര്യം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സേവനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വളരെ ചിട്ടയോടുകൂടി കുറ്റമറ്റ രീതിയിൽ വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നാളിതുവരെയും ഇവിടെ പൊങ്കാല സമർപ്പണം നടന്നിട്ടുള്ളത്. ക്ഷേത്രം സെക്രട്ടറി രാഘവേട്ടനാണ് ഇനി നമ്മളോട് വിശേഷങ്ങളൊക്കെ പറയുന്നത്. 2008 മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായിട്ട് ഞാൻ തുടരുന്നു. ഏകദേശം 300 കൊല്ലത്തോളം പഴക്കം ഉണ്ടെന്ന് ഉള്ള ക്ഷേത്രമാണെന്നും ഇത് നശിച്ച് കിടക്കുന്നതാണെന്നും ഒരു പ്രശ്നവിധി ഇവിടെ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്വർണ്ണ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കണം എന്ന് അറിഞ്ഞതും മനസ്സിലാക്കിയതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജനകീയ കമ്മിറ്റി പൊതുയോഗം വിളിച്ചു കൂട്ടി ജനങ്ങളെ അന്ന് 100 ആളുടെ പങ്കാളിത്തത്തോടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അന്ന് എന്നെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. അന്ന് മുതൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ വളരെ കാര്യമായി ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സെക്രട്ടറിയാണ്. ചാമക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരതയിൽ നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിന്റെ വിശേഷങ്ങളാണ് ഏജനെറ്റ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത്. ഇനി മാർച്ച് 15-ന് നിരവധി ഭക്തജനങ്ങളാണ് വ്രതശുദ്ധിയോടെ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ക്യാമറമാൻ ഹരിക്കൊപ്പം സൂര്യ അനൂപ്, ഏജനെറ്റ്.